ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ലാസ്റ്റ് ടൈം ഇട്ട വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതായത് ലാസ്റ്റ് ടൈം ഇട്ടത് ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഹോം ടൂറിൻ്റെ ഒരു വീഡിയോ ആണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ വീടിരിക്കുന്ന സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റും നൈബർഹുഡും ഒക്കെ അടിപൊളിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഈ വീട് കാണാൻ വന്നപ്പോൾ ഇമ്പ്രസ്ഡ് ആയത് ഇവിടുത്തെ ഈ സ്ട്രീറ്റും നൈബർഹുഡും കണ്ടിട്ടാണ്, വീടിനേക്കാൾ അധികം. എന്തായാലും വീടിൻ്റെ ചുറ്റുവട്ടത്തും അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ഒരു വീടാണ് കേട്ടോ ഇത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഗരാജാണ്. ഗരാജ് 2 വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഗരാജാണ് ഈ വീടിനുള്ളത്. ഇപ്പം നമ്മൾ മെയിൻ എൻട്രൻസിൽ കൂടെ അകത്തോട്ട് കയറുകയാണ് കേട്ടോ. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു വേയിലോട്ടാണ് നമ്മൾ കയറുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ ആദ്യം കാണുന്ന ഈ റൂമാണ് കേട്ടോ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണിത്. അതുപോലെ തന്നെ 2 ജനവാതിലും അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് ചേർന്ന് തന്നെ ബാത്റൂമും ഒക്കെയുള്ളൊരു റൂമാണിത്. പിന്നെ ഈ വീടിൻ്റെ ഒരു ബെഡ്റൂമിലും AC ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പോർട്ടബിൾ AC ആണ് ഈ റൂമിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു വാർഡ്രോബും കൂടി കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് എന്ന് പറയുമ്പം നിങ്ങൾക്കിപ്പോൾ തുറന്ന് കാണുമ്പം ചെറുതായിട്ട് തോന്നുമെങ്കിലും അതിനകത്ത് കൊള്ളാത്ത സാധനങ്ങളില്ല. ഞങ്ങളുടെ ട്രാവലിംഗ് ബാഗുകളും ക്ലോത്ത്സുകളും ഒക്കെ അതിനകത്ത് കൊള്ളുന്നുണ്ട്. അപ്പം അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ അകത്തോട്ട്. ഞാൻ അകത്തോട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. AC-ക്ക് പകരം ഫാനും പിന്നെ ഞങ്ങൾ പോർട്ടബിൾ AC ആണ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ റൈറ്റ് സൈഡിൽ തന്നെ രണ്ടാമത്തെ റൂം വന്നിട്ട് മീഡിയ റൂമാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ബെഡ്റൂമായിട്ടും ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളിത് മീഡിയ റൂമായിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ മീഡിയ റൂമിൽ ഈ പറഞ്ഞ പോലെ TV-യും അതുപോലെ സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മീഡിയ റൂമിൽ AC ഉണ്ട് കേട്ടോ എന്തായാലും. പിന്നെ ഈ ഹോൾവേ ഇങ്ങനെ മുന്നോട്ട് വരുമ്പം അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഗാരേജിലോട്ടുള്ള ഒരു ഡോറ് നിങ്ങൾക്ക് കാണാം. അത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഗാരേജിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഡോറ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിച്ചെല്ലുന്നത് ഇത് ലിവിങ് റൂമിലോട്ടാണ്. ലിവിങ് റൂമും ഡൈനിങ് ഏരിയയും കിച്ചണും ഒക്കെ കൂടെ ചേർന്നുള്ള ഒരു റൂമാണിത്. അപ്പോൾ പൊതുവേ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കാണുന്നത്, ഓപ്പൺ കിച്ചണും അതിനോട് ചേർന്ന് ലിവിങ് അതുപോലെ ഡൈനിങ് ഏരിയ ഒക്കെ ആയിട്ട്. ഇച്ചിരി ഫോട്ടോയിൻ്റെ ഫ്രെയിമിൻ്റെയൊക്കെ അസ്കിതമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വീടിൽ ചുറ്റിനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഫോട്ടോയും ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയയിൽ വലിയ 2 ജനവാതിലും പിന്നെ അതുപോലെ തന്നെ പുറത്തോട്ടിറങ്ങുന്ന ഡോറ് ഗ്ലാസിൻ്റെ ഡോറാണ്. അതും വലിപ്പത്തിലുള്ളതായതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമാണ് കേട്ടോ അകത്ത്. പിന്നെ ഈ ഒരു ഏരിയയിലും നമുക്ക് AC ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കിച്ചണിലിരുന്ന് ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈ ഹോളിൽ ഡൈനിങ്ങിൽ എവിടെ വേണമെങ്കിൽ ഇരിക്കുമ്പോഴും നമുക്ക് AC യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇതാണ് അടുത്തൊരു ബെഡ്റൂം കേട്ടോ. ഇത് നമ്മുടെ ഫിയ ബേബിൻ്റെ ബെഡ്റൂമാണേ. ഫിയ ബേബിൻ്റെ ബെഡ്റൂമിൽ ഇതുപോലെ ഇവിടുത്തെ ജനവാതിലുകളൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള വിൻഡോസാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രകാശം അകത്തോട്ട് കയറും. പിന്നെ അതിനോട് ചേർന്നൊരു വാർഡ്രോബും ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ വാർഡ്രോബ് വന്നിട്ട് നമ്മുടെ നാട്ടിലെ പോലെ തട്ടായിട്ടുള്ള അലമാരയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഫുള്ള് ക്ലോത്ത്സുകൾ ഇങ്ങനെ തൂക്കിയിടുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ. എന്തായാലും ഇത് സെക്കൻഡ് ബെഡ്റൂമാണ്. അതായത് ഇത് പപ്പയും മമ്മിയും ഉപയോഗിക്കുന്ന ബെഡ്റൂമാണ് കേട്ടോ. ഇവിടെയും സെയിം ഫിയ ബേബിൻ്റെ ബെഡ്റൂം പോലെ തന്നെ ഇതുപോലെ വലിയ വിൻഡോ. പിന്നെ സൈസ് മാസ്റ്റർ ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഈ 2 റൂമിനും കുറവാണ്. പക്ഷേ ഈ 2 റൂമിനും ഏകദേശം ഒരേ സൈസാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഫിയ ബേബിൻ്റെ ബെഡ്റൂം പോലെ തന്നെ ഈ ബെഡ്റൂമിനും ഒരു വാർഡ്രോബൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ കുറേ ക്ലോത്ത്സൊക്കെ തൂക്കിയിടാൻ പറ്റിയ ഒരു വാർഡ്രോബാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഈ ബെഡ്റൂമിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ടോയ്ലറ്റാണ് കേട്ടോ. ഒരു ചെറിയ ടോയ്ലറ്റാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വന്നിട്ട് ടോയ്ലറ്റും നമ്മുടെ ബാത്റൂമും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ടോയ്ലറ്റും അതിൻ്റെ നെക്സ്റ്റ് റൂമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ബാത്റൂം. ഇത് ഇവിടുത്തെ വലിയൊരു ബാത്റൂം എന്ന് തന്നെ വേണേൽ പറയാൻ കേട്ടോ. ഒരു റൂമിൻ്റെ വലിപ്പമുണ്ട് ഈ ബാത്റൂമിന്. ഈ ബാത്റൂമിനോട് ചേർന്ന് തന്നെ വലിയ മിററും അതുപോലെ തന്നെ വാഷ് ചെയ്യാനുള്ള ഒരു ക്യൂബിക്കിളും അതുപോലെ ബാത്ത് ടബും ഒക്കെ ഉണ്ട്. ഇതുകൂടാതെ ഇതിവിടുത്തെ 3ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. 3ാമത്തെ ബെഡ്റൂം ഇവിടെ ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. അപ്പം മാസ്റ്റർ ബെഡ്റൂമും കൂടി ഈ വീടിന് ആകെയുള്ളത് 4 ബെഡ്റൂമാണ് കേട്ടോ. ഇതാ നിങ്ങൾക്ക് കാണാം. ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കിച്ചണിലോട്ട്. ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു രൂപം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് കിച്ചൺ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ.
ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഫിയ ബേബി ഏത് സമയവും ഈ പാൻട്രിക്കകത്താണ് കേട്ടോ. അതായത് ഈ ഡോറ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഓൺ ആവും. അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടാണെന്ന് തോന്നുന്നു. അവൾ മിക്കവാറും സമയം ഇതിനകത്താണ് പണി മുഴുവൻ. അപ്പോൾ ഇതിന് ഒരുപാട് റോകളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ, ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അവസാനത്തെ അടിയിൽ നിന്നുള്ള 2 റോ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല, കാരണം ഫിയ ബേബിക്ക് അത് ഭയങ്കരമായിട്ട് ഈസി ആക്സസബിൾ ആണ്. അപ്പോൾ അവൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് നടക്കും. അതുകൊണ്ട് ഞങ്ങൾ അവസാനത്തെ 2 റോ ഉപയോഗിക്കാതെ മേലെയാണ് കൂടുതലും സാധനങ്ങൾ വെക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജും പിന്നെ അതുപോലെ മൈക്രോ ഓവനും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നോർമൽ അവനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മൈക്രോ ഓവനും ഫ്രിഡ്ജൊക്കെ നമ്മൾ കൊണ്ടുവന്നതാണ്, നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇവിടെ കാണുന്ന അല്ലാത്ത അവനും അതുപോലെ തന്നെ കുക്ക് ടോപ്പ്, ഇലക്ട്രിക് സ്റ്റൗ ആണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഡിഷ് വാഷർ, ഇതൊക്കെ ഈ ഒരു വീടിനോട് ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ മേടിക്കേണ്ടി വന്നില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, ഈ വീടിന് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളാണ് കേട്ടോ, എസ്പെഷ്യലി കിച്ചൺ ഉള്ളത്. ഇപ്പം നിങ്ങൾ കിച്ചണിൽ നിന്ന് ചെല്ലുന്നത് ലോണ്ട്രിയിലോട്ടാണ് കേട്ടോ. കിച്ചണിൽ നിന്ന് ഒരു ചെറിയൊരു വാതിലൊക്കെ ഉണ്ട്. ലോണ്ട്രിയിൽ ഈ പറഞ്ഞ പോലെ വാഷിംഗ് മെഷീനും ഡ്രയറും കാര്യങ്ങളൊക്കെ, പിന്നെ അവിടെയും കുറേ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഡൈനിങ് ടേബിളും ചെയേഴ്സും ഒക്കെയാണ്. ഇതല്ലായിരുന്നു ഇതിൻ്റെ കളറ്, മരത്തിൻ്റെ പോളിഷ് കളറൊക്കെ ആയിരുന്നു. അത് റീപെയിൻറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തതാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് 2 സോഫ ഇട്ടിരിക്കുന്ന ലിവിങ് ഏരിയ ആണ്. അവിടെ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. ഈ വീടിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. അടാറ് വ്യൂ ആണ്, പറയാതിരിക്കാൻ വയ്യ. ഒത്തിരി ഇഷ്ടമായി എനിക്ക് ഈ വ്യൂ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അതിൻ്റെ പുറകിലായിട്ട് ഇപ്പോൾ കുറേ പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് കുറേ പൈപ്പുകളൊക്കെ അവിടെ ഇട്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. അതൊക്കെ മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അതുകൂടാതെ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ വീടുകളും അതുപോലെ തന്നെ ഒരു തടാകവും ഒക്കെ ഉണ്ട് അതിൻ്റെ അറ്റത്തായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം നല്ല അടിപൊളിയായിട്ട് കുറേ ഡക്കുകളും ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ബാക്ക് യാർഡിലിരിക്കുമ്പം കാണാൻ പറ്റില്ല. നമുക്ക് ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് കേട്ടോ ക്ലിയർ ആയിട്ട് ഡക്സിനെയൊക്കെ കാണാൻ സാധിക്കുക. ഇതിപ്പോൾ നമ്മളല്ലാതെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഇവിടുത്തെ ബാക്ക് വശത്തെ വ്യൂ. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ ഇറങ്ങിയിരിക്കാനും കാറ്റ് കൊള്ളാനും കാഴ്ച കാണാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ എല്ലാ സമയവും അവിടെ നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഇമ്പ്രസ്ഡ് ആണ് ഈ ഒരു വ്യൂവിൽ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ വീടിൻ്റെ സ്ട്രീറ്റും പുറകിലത്തെ വ്യൂ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, വീടിനേക്കാൾ കൂടുതൽ. പിന്നെ പണ്ടൊരു തവണ ഞങ്ങൾ വീടെടുത്ത് അവിടുത്തെ സ്ട്രീറ്റ് കൊള്ളാത്തത് കൊണ്ടൊരു പണി കിട്ടിയത് കൊണ്ട് തന്നെ പിന്നീട് വീടുകൾ നോക്കുമ്പം എൻ്റെ ഏറ്റവും ഫസ്റ്റ് പ്രിയോറിറ്റി എന്ന് പറയുന്നത് സ്ട്രീറ്റും നൈബർഹുഡും ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒത്തിരി ഫോക്കസ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങളിപ്പം സ്വന്തമായിട്ട് വീടെടുത്തപ്പം ഞങ്ങൾ ചെയ്തത്. കാരണം അത്രയ്ക്കും പേടി തട്ടിപ്പോയി ആദ്യത്തെ ഒരു വീടിൻ്റെ പ്രശ്നം. നിങ്ങൾ എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏകദേശം ഒരു ഐഡിയ വീടിനെ പറ്റി കിട്ടിയെന്നും വിചാരിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Thank you all for watching this here video.